എന്താ താൻ ആലോചിക്കുന്നത്? ഒരു കുട്ടിയുടെ മുഖം പെട്ടെന്ന് മനസ്സിലേക്ക് കയറി വന്നു. എന്താ ഇതുവരെ അതിനെപ്പറ്റി ആലോചിക്കാത്തെന്ന് ഓർത്തതാ. ആരാന്ന് മനസ്സിലായോ? കാർത്യായനി. കാർത്യായനി ഉള്ളപ്പോ എന്തിനാ മറ്റൊരു കുട്ടിയെപ്പറ്റി ആലോചിക്കുന്നത്? ആ മോള് പോരെ നമുക്ക്? കാർത്യായനി ആവുമ്പോ നമ്മളെ അറിയാം, നമുക്കറിയാം. അമ്മ മരിച്ച കുട്ടിയാണ്. അച്ഛൻ എന്നോ ഉപേക്ഷിച്ചു പോയി. വളർത്തുന്ന കുഞ്ഞമ്മയ്ക്ക് അസുഖങ്ങളുണ്ട്. പിന്നെ മുത്തശ്ശിയായ മീനത്തേലിനും പ്രായമായി. അവര് പക്ഷേ കാർത്യായനിയെ വളർത്താനായി വിട്ടുതരില്ല. നമുക്കെന്നല്ല, ആർക്കും വിട്ടുകൊടുക്കില്ല. മീനത്തേലിനെ കണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാം. എന്തായാലും നമുക്ക് അവിടം വരെ ഒന്ന് പോവാം. ഒന്ന് സംസാരിച്ചു നോക്കാം. വേണ്ട നന്ദന, ഞാൻ സംസാരിച്ചോളാം. വേണ്ട, അത് വേണ്ട. അതെന്താ? കാർത്യായനി നമ്മുടെ വളർത്തുമകളായിട്ട് വേണ്ട, അത് ശരിയാവില്ല. അല്ല, എനിക്ക് തോന്നുന്നത് ഈ വിഷയം നമുക്കിപ്പോ ചർച്ച ചെയ്യണ്ട. ചന്ദ്രിക ഇപ്പൊ ഈ വഴിക്ക് കാണാറേ ഇല്ലല്ലോ. കഴിഞ്ഞ ആഴ്ച അവർക്ക് കഴുത്തുവേദനയായിരുന്നു. ഇപ്പൊ പനി കൂടുതലാ. ആശുപത്രി പോയില്ലേ അച്ഛാ? പോയി. അഡ്മിറ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. കൂടെ ആരിയ്ക്കാനാ? അതുകൊണ്ട് വീട്ടിൽ വന്ന് കിടപ്പാ. വൈകിട്ട് പോയി ഇഞ്ചക്ഷൻ എടുപ്പിക്കണം. രാവിലെ കഞ്ഞി വെച്ച് കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ പനി വന്നാൽ സൂക്ഷിക്കണം. ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നതാ നല്ലത്. ആഹാരം ഇവിടുന്ന് കൊണ്ടുപോയി കൊടുക്കാം. മനീഷ് ചുമ്മായിരിക്കല്ലേ, അല്ലെങ്കിൽ ലൈല കൊണ്ടുപോകും. അതൊക്കെ അസൗകര്യമാവും സുമിത്രേ. 2 ദിവസം കൊണ്ട് പനി മാറിക്കോളും. ഞാൻ അച്ഛന്റെ കൂടെ വീട് വരെ ഒന്ന് പോയിട്ട് വരട്ടെ അമ്മേ. വൈകുന്നേരം ആവട്ടെ, ഞാനും വരാം. നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം. മനീഷ് ഇവിടെ ഇല്ലേ മോളെ? ഇവിടെ ഉണ്ടായിരുന്നു. മനീഷേട്ടാ, മനീഷേട്ടാ, മനീഷേട്ടാ. എന്താടി? വീട്ടിൽ അമ്മയ്ക്ക് പനിയായിട്ട് കിടപ്പാണെന്ന്. ജില്ലയിൽ മൊത്തം 2000 ജില്ലാനും പേർക്ക് പനിയുണ്ടെന്നാ. നല്ല മറുപടി. ആ, ലൈലയുടെ അച്ഛനെ ഞാനൊന്ന് വന്ന് കാണാനിരിക്കായിരുന്നു. എന്താ മനീഷേ? എന്നെ ഉപദേശിച്ച് നന്നാക്കാനേ ആരെ നിയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെമ്പിരിക്കലെ ഹരിപ്രസാദിനെ എന്നെ ഉപദേശിക്കാൻ ഏർപ്പാടാക്കിയിരിക്കുന്നു. ഞാൻ ആരെ ഏർപ്പാടാക്കിയിട്ടൊന്നുമില്ല. മനീഷിനോടൊന്ന് സംസാരിക്കണമെന്ന് ഹരിപ്രസാദിനെ കണ്ടപ്പോ സൂചിപ്പിച്ചു. ഓഹോ, അത്രേ ഉള്ളൂ. ഓ, സോമപിള്ളയ്ക്ക് ഇത്രയ്ക്ക് വകതിരിവില്ലാതായിപ്പോയോ? നിങ്ങളല്ലാതെ ഇങ്ങനൊരു മണ്ടത്തിന് ആരെങ്കിലും കാണിക്കോ? ഇവനെ നന്നാക്കാൻ ഹരിപ്രസാദിനെ ഏൽപ്പിച്ച ആ പയ്യനും കൂടി വഷളാവല്ലേ ഉള്ളൂ. അമ്മേ, ഒരാളെ വഷളാക്കാൻ മറ്റുള്ളവർ വിചാരിച്ചാലും പറ്റും. നന്നാണമെങ്കിലേ അവനവും വിചാരിക്കണം. മനീഷിന് എന്നാ ആ വിചാരം ഉണ്ടാവുന്നേ? ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ഇത് ജൂൺ മാസമായില്ലേ? 1 മാസം കൂടി പോട്ടെ. ജൂലൈ, ഓഗസ്റ്റ് 15 മുതൽ നന്നാവാം. മതിയാ? മനീഷിന്റെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ. അതുവരെ കാത്തു നിൽക്കാൻ തൽക്കാലം ഞങ്ങൾക്ക് പ്രയാസമാ. ലൈല വിളിച്ചു പറഞ്ഞിട്ടാ ഞാൻ കാലത്ത് ഇങ്ങോട്ട് വന്നത്. ഉള്ളാനടി. ആണെങ്കിൽ എന്താ, അവൾക്ക് അവിടെ അച്ഛനെയും അമ്മയും വിളിച്ചൂടെ? വെറുതെ വിളിപ്പിച്ചതല്ല സുമിത്രേ. ഇവൾക്ക് ഇവിടുത്തെ ജീവിതം മടുത്തെന്ന്. അല്ല,
എങ്ങനെ 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 ആ ലൈലയ്ക്ക് ഇവിടുത്തെ ജീവിതം മതിയായെന്ന്. ഹാ. സുമിത്രയെ കുറിച്ച് അവൾക്കൊരു പരാതിയില്ല, വേറെ കംപ്ലൈന്റും ഇല്ല. ആ ഇല്ലല്ലോ. ദേ അമ്മയെ കുറിച്ച് ഒരു കംപ്ലൈന്റും ഇല്ലെന്ന്. ആ പിന്നെന്താ? ഓ, നീയാ പ്രശ്നം. നിന്റെ കൂടെയുള്ള ജീവിതം ഇവൾക്ക് മടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഓ അത് ശരി. ഹാ എല്ലാവരും കൂടി ചേർന്നുള്ള ഗൂഢാലോചനയാണല്ലേ. അതാ ചന്ദ്രികാ മാഡം വരാതിരുന്നത്. ദേ നീ കെണിയിൽ വീണേക്കലല്ലേ. നാളെ ഇവരാരും നിന്റെ ഒപ്പം കാണില്ല, ഞാനേ ഉണ്ടാവും. ഞാനാ നിന്റെ മനീഷേട്ടൻ. ഇത്രയും നാളും എന്റെ കൂടെ നിൽക്കാത്ത ഭർത്താവ് നാളെ ഒപ്പം ഉണ്ടാവുന്ന എന്തെത്ര ഉറപ്പ്? എടിയില്ലേ സഹിച്ചു മടുത്തു എനിക്ക്. ദേ മടുത്തുന്നോ? അമ്മേ അമ്മയൊന്നും കേൾക്കുന്നില്ലേ? അമ്മയും ബാധിക്കുന്ന കാര്യം അവള് പറഞ്ഞത്. അങ്ങനെ ഇങ്ങോട്ട് ചാരാൻ നോക്കണ്ട. നിന്റെ പിടിപ്പുകൾ ഒന്നുകൊണ്ട് മാത്രമാ ലൈലയ്ക്ക് ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നത്. അല്ല എന്തിന്റെ കുറവാ ലൈലക്കൂടെ ഉള്ളത്? നീ എന്താ ഇവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് അത് പറ. ഒരു നേരത്തെ ആഹാരത്തിന്റെ വക നീ അന്വേഷിക്കുന്നുണ്ടോ? ഒരു നല്ല തുണി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടോ? ഭർത്താവാണ് പോലും ഭർത്താവ്. എനിക്ക് അതൊന്നും വേണ്ടമ്മേ. മനസ്സമാധാനം കിട്ടിയാ മതി. കള്ളു കുടിച്ചിട്ട് എന്നും രാത്രി കേറി വരുന്നത് കാണുമ്പോ മരിക്കാനാ തോന്നുന്നത്. എടി അതാണ് ഇത്ര വലിയ കാര്യം. സില്ലി മാറ്റർ. ദേ നീ ഇങ്ങോട്ട് വന്നേ. ചീള് കേസാടി ഇതൊക്കെ. നീങ്ങ് വാ വാ. എടി നിനക്കിത് എന്നോട് പറഞ്ഞാ പോരെ. വെറുതെ ആളെയൊക്കെ വിളിച്ചു കൂട്ടണോ? ദേ കള്ളന്നല്ല, യാതൊരുവിധ മദ്യവും എനിക്കിനി വേണ്ട. ഇന്നത്തോടെ അല്ല ഇന്നലത്തോടെ ഞാൻ എല്ലാം നിർത്തി. എടി സത്യം. എത്രാമത്തെ തവണയാടാ നീ ഈ സത്യം ചെയ്യുന്നത്? പറയുന്ന നിനക്ക് നാണമില്ലെങ്കിലും കേൾക്കുന്ന ഞങ്ങൾക്കേ നാണമുണ്ട്. അമ്മേ ദേ ഇത് ലാസ്റ്റ് വാക്കാണ്. പനക്കില്ല മനുഷ്യന് കുടിക്കുന്ന പ്രശ്നമില്ല. ദേ ലൈലയുടെ അച്ഛന് സമാധാനമായല്ലോ. സമാധാനമായി. അതാണ്. പക്ഷേ വെറും വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇക്കാര്യത്തിൽ മനീഷിന് എനിക്ക് ഒട്ടും വിശ്വാസവും ഇല്ല. വേണ്ട. ദേ ലൈലയ്ക്ക് വിശ്വാസം അല്ലേടി? കണ്ടല്ലോ. അതുകൊണ്ട് സുമിത്രയെ ഞാൻ ലൈലയെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. എന്തു പറയുന്നു? ഞാനെന്ത് പറയാനാ? ഒന്നും പറയാനുള്ള അർഹത എനിക്കില്ല. മുൻകൈ എടുത്ത് ഇവരുടെ മിന്നുകെട്ട് നടത്തിക്കൊടുത്തു. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. തുടർന്ന് എന്താ വേണ്ടതെന്ന് മനീഷിന് തീരുമാനിക്കാം. നേരെ ചൊവ്വയാണെങ്കിൽ ഇവളെ തിരിച്ചുവിടുന്ന കാര്യം അന്ന് ആലോചിക്കാം. അതും ലൈലയുടെ തീരുമാനമായിരിക്കും. അതെ വെറുതെ കോമഡി പറയല്ലേ ലൈലയുടെ അച്ഛാ. ഇവളിവിടുന്ന് വന്നെങ്കിലല്ലേ തിരിച്ചു പോരേണ്ടതുള്ളൂ. നിങ്ങളുടെ കൂടെ ലൈല വരില്ല. അത് ലൈല തീരുമാനിക്കും. അങ്ങനെയല്ലേ സുമിത്രേ? ഞാൻ ഈ കാര്യത്തിൽ അഭിപ്രായമൊന്നും പറയുന്നില്ല. ലൈല വരുന്നില്ല. അതെ കൂടുതൽ ചർച്ചയുടെ കാര്യമൊന്നുമില്ല. അതെന്റെ മോള് പറയട്ടെ. അമ്മേ ഞാൻ നീ എന്തിനാ പേടിക്കുന്നത്? നിന്റെ സ്വന്തം കാര്യമാണ്. ഇഷ്ടം പോലെ ചെയ്യും. ഇപ്പൊ എന്ത് പറയുന്നു ലൈലയുടെ അച്ഛാ? അവളെ എന്റെ ഭാര്യ. നേരം പോക്കിന് എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി ഉടനെ തുള്ളിച്ചാടി ഇങ്ങ് പോന്നേക്കരുത്. അമ്മേ ദേ ഒരു ചായ ഇട്ട് കൊടുത്തേ. കുടിച്ചിട്ട് പോട്ടെ അമ്മായിയപ്പൻ. ലൈല എങ്ങോട്ടും വരുന്നില്ല. മകളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരിക്കുന്നു ഒരമ്മായിയച്ഛൻ. വേറെ പണിയൊന്നുമില്ല, രാവിലെ സമാധാനം കെടുത്താൻ. അച്ഛാ വാ പോവാ. അങ്ങോട്ട് മാറിക്കേ. നീ എവിടെ പോന്നീ? വീട്ടിലോട്ട്. ഇതെന്താ? ഇതെന്റെ ഡ്രസ്സാ. ഞാൻ ബാഗ് ഒരുക്കി വെച്ചിരുന്നു. നീ എന്റെ കാല് വാരല്ലേ ലൈലേ? ഇനി ഞാൻ കുടിക്കില്ലെന്ന് പ്രതിജ്ഞ എടുത്തതല്ലേ? പിന്നെന്താ നിനക്ക്?
മനീഷ് അത് പ്രവൃത്തി കൊണ്ടുപോവാ, അന്നേരം ബാക്കി ആലോചിക്കാം. ആ അങ്ങനെ ഇവിടെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം അവൾക്ക് വേണ്ടെങ്കിലോ? പോവാൻ റെഡി ആയിട്ടിരിക്കുവായിരുന്ന ലൈലേന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? പിന്നെ എന്തിനാ അഭ്യാസം? വാ മോളെ പോവാം. സുമിത്രേ, ഇങ്ങനെ ചെയ്യേണ്ടി വന്ന വിഷമമുണ്ട്, വേറെ വഴിയില്ല അഞ്ഞിട്ടാ. അതിലും വിഷമമുണ്ട് എനിക്ക്. ആ ദേ ലൈലെ ഞാൻ വിടില്ല. ആ എടി എല്ലാരും കൂടി കൈവശം തന്നതാ നിനക്ക്. പോവല്ലേ ലൈലേ. മനീഷേ വാ മോളെ. ഇല്ല ഞാൻ സമ്മതിക്കില്ല. മനീഷ് മാറി നിൽക്കാൻ. ഇല്ല അവളെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന്. നീ ഒന്ന് മാറി നിക്കടാ. ഞാൻ സമ്മതിക്കില്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ? പോട്ടെ. മാറി പോയെ. വിടാ. പറ്റില്ലെന്ന് പറഞ്ഞ പറ്റില്ല. ലൈലേ 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 ലൈല എന്താ പറ്റിയേ? എന്താ പറ്റിയേ? ലൈലേ അയ്യോ എന്താ? ആ, എന്താ പറ്റിയേ? ലൈലേ നിക്ക്. നിങ്ങൾ എങ്ങോട്ടാ? ഇവിടെ വന്നേ. എന്റെ മോക്കെന്താ അസുഖം നോക്കട്ടെ. ഓ, ഇത് അസുഖമൊന്നും അല്ല, ഏ? ഇത് ലക്ഷണമാ. എന്ത് ലക്ഷണം? ഓ അതെ, ഏ? 10 മാസം കഴിയുമ്പോ വ്യക്തമായിക്കോളൂ. ഏ? അത് തന്നെ. ആ ആ ഇനിയിപ്പം മോളെ വിളിച്ചോണ്ട് പോണോ, അതോ 6-ാം മാസം പ്രസവത്തിന്റെ ചടങ്ങായിട്ട് വിളിച്ചോണ്ട് പോയാൽ മതിയോ? ആ എന്തായാലും അമ്മായി അമ്മയായിട്ടൊന്ന് ആലോചിക്ക്. ആ എന്നാ പിന്നെ അങ്ങനെ മതിയല്ലേ? ആ. ഹൂ. പണ്ടൊക്കെ നെല്ലു കുത്തുമ്പോ കിട്ടുന്ന ഉമ്മി കൊണ്ടായിരുന്നു നിലവിളക്ക് വൃത്തിയാക്കിയിരുന്നത്. ഉമിയിട്ട് തേച്ചു മിനിക്കുക, ഓട്ടുവിളക്ക് നല്ല സ്വർണം പോലെ തിളങ്ങും. ഇപ്പൊ ഉമി എന്താണെന്ന് എത്ര പേർക്ക് അറിയാം? സത്യം പറഞ്ഞ എനിക്കും അറിയില്ല. ആ അതാ, ആ, നെല്ല് പുഴുങ്ങി മില്ലിൽ കൊണ്ടുപോയി കുത്തി അരിയാക്കുമ്പോഴേ അതിന്റെ കൂടെ കിട്ടുന്നതാണ് തവിടും ഉമിയൊക്കെ. തവിടെ ഒന്നാന്തരം വിറ്റാമിനാ. ഉമി കരിച്ച പല്ല് തേക്കുന്ന ഉമിക്കരി ഉണ്ടാക്കുന്നത്. തീയിട്ടാലേ നീറി നീറി കത്തും. ഉമിത്തി പോലെന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ആന്റിയുടെ ഈ ടിപ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച ഒരു ബുക്ക് തന്നെ ആക്കായിരുന്നു. ഇനിയുണ്ട് മോളെ ഒരുപാട് ഐറ്റം. ആ ടിവിയിലൊരു പരിപാടി ഉണ്ടല്ലോ, വീട്ടമ്മ. മലയാളി വീട്ടമ്മ. ആ അതന്നെ. മോൾ അതില് പേര് കൊടുക്കണം. ജയിക്കാനുള്ള സംഗതിയെല്ലാം ഞാൻ പറഞ്ഞുതരാം. എനിക്കിപ്പോ വേറൊരു ആഗ്രഹമേ ഉള്ളൂ. ആ സതി ആന്റി ഒരു 5 മിനിറ്റ് വെറുതെ ഇരുന്നു ഒന്ന് കാണണമെന്ന്. ശോ, എനിക്കതാ പറ്റാത്തത്. എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടേയിരിക്കണം. കുറച്ചു ദിവസം ശരിക്കും മേലനങ്ങിയില്ല. അതിന്റെയാ കാലിന്റെ മുട്ടിന് 2 ദിവസമായിട്ട് വല്ലാത്തൊരു പിടുത്തം. അയ്യോ, ഇരുന്നിട്ട് അങ്ങ് എഴുന്നേക്കുമ്പോ വേദന ഇങ്ങോട്ട് വരും. ഡോക്ടറെ കണ്ടാലോ? അയ്യോ വേണ്ട വേണ്ട, ഉപ്പിട്ട വെള്ളം തിളപ്പിച്ച് 2 നേരം ആവി പിടിക്കുമ്പോ അങ്ങ് മാറിക്കോളും. അതാ എന്റെ ചികിത്സ. അല്ല, മോള് എങ്ങോട്ടോ പോവാണോ? ആ സ്റ്റിച്ചിങ് സെന്റർ വരെ, ഇവിടെ അടുത്താണ്. ഞാൻ ഉടനെ വരാം. ആ, ആ ഒറ്റയ്ക്കിരിക്കാൻ വിഷമമുണ്ടെങ്കിൽ ആന്റിയും കൂടെ വാ. അയ്യോ എനിക്കൊരു വിഷമമില്ല മോളെ, മോള് പോയിട്ട് വാ. ആ ഡോർ അടിച്ചേക്കാം, ബോൾട്ട് ഇട്ടേക്കണേ. ശരി, ശരി ആന്റി, പോയിട്ട് വരാം. പോയിട്ട്. അപ്പോഴേക്കും തിരിച്ചു വന്നോ? സതിയാന്റി സതിയാന്റി
നീ എന്താ ഇവിടെ? സുപ്രിയ എവിടെ? നിനക്കെന്താ ഇവിടെ കാര്യമെന്ന്? ആന്റി, ഇത് എന്റെ വീടാണ്. അപ്പോ സുപ്രിയയുടെ ഭർത്താവ് നീയായിരുന്നോ? ഇത് നിന്റെ വീടാണെന്ന് ഞാൻ അറിയാതെ പോയല്ലോ. ഈ നാശം പിടിച്ചെടുത്താണോ ഞാൻ ഇത്രയും ദിവസം താമസിച്ചത്? എന്താ ആന്റി ഇങ്ങനെയൊക്കെ? സതിയനിക്ക് എന്തു പറ്റി? ദ്രോഹി, എനിക്കെന്താ പറ്റിയതെന്ന് നിനക്കറിയില്ല അല്ലേ? പറഞ്ഞു തരാൻ ഞാൻ. എവിടെടാ എന്റെ മോൻ? എന്റെ സജീവ് എവിടെയെന്ന്? എന്താ ഒന്നും മിണ്ടാത്തെ? എന്റെ സജീവ് എവിടെയെന്ന്? എന്റെ ശ്രുതി എവിടെയുണ്ടെന്ന് നിനക്കറിയാവോ? കല്യാണം കഴിച്ചോളാമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയല്ലേ അതിൽ നിന്ന് പിന്മാറിയത്? അതിന് കാരണം എന്താണെന്നും കൂടി പറ. അവക്ക് 2ാം സ്ഥാനക്കാരിയാവാൻ മനസ്സില്ലാത്തോണ്ട് പിന്മാറി. നിന്റെ കെട്ടത്ത ഭാര്യയല്ലേ നന്ദന? അവളുടെ തോഴിയാവാൻ എന്റെ മോൾക്ക് സൗകര്യമില്ലായിരുന്നു. ആന്റി ഇങ്ങനൊന്നും സംസാരിക്കരുത്. ഈ പറഞ്ഞതിലൊന്നും സത്യമില്ല. എന്റെ സജീവ് ജയിലിലാണെന്നുള്ളത് സത്യമാണോ? ശ്രുതി എന്നെ വിട്ടിട്ട് അന്യദേശത്ത് പോയി എന്നുള്ളത് സത്യമാണോ? ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിഞ്ഞിരുന്ന വീടായിരുന്നു ഞങ്ങളുടേത്. സജീവിന്റെ കൂട്ടുകാരനായി നീ എന്നവിടെ കാലുകുത്തിയോ അന്ന് തുടങ്ങിയ ഗ്രഹപ്പിഴയാ. എന്റെ മക്കള് വഴിയാധാരമായി ഞാൻ വീട് വിട്ടിറങ്ങി. അറിയാമോ നിനക്ക്? അറിയാമോ നിനക്ക്? വീടിപ്പോ അടച്ചിട്ടിരിക്കുകയാണോ? അല്ല, ഇടിച്ചു നിരത്തി. കുശലം ചോദിച്ചോണ്ട് വന്നിരിക്കുന്നു. നിന്റെ മറ്റവളെ ഞാൻ കണ്ടിരുന്നു, നന്ദനെ. ശരിക്കും കൊടുത്തിട്ടുണ്ട് ഞാൻ. നിന്നെ കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. ദൈവം എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി തന്നു. അതങ്ങനെ വരൂ. എന്ത് നല്ല കുട്ടിയ സുപ്രിയ. നിന്നെ പോലെ ഒരുത്തനെയാണല്ലോ ആ പാവത്തിന് കിട്ടിയത്. ഇനി ഞാനിവിടെ നിൽക്കുന്ന പ്രശ്നമില്ല. നിന്നാ ശരിയാവില്ല. എല്ലാം ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു പോകും. തയ്യക്കടയിൽ പോയിട്ട് വരുന്നതിന് മുമ്പ് ഞാൻ പോയേക്കാം. പോവാനോ? എങ്ങോട്ട്? നരകത്തിലേക്ക്. നീ കാരണം എനിക്ക് എന്റെ മക്കളെ നഷ്ടപ്പെട്ടു. ഇതിനൊക്കെ നീ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ആന്റി, ആന്റി ഇപ്പൊ പോയാൽ ശരിയാവില്ല. സുപ്രിയോട് ഞാൻ എന്ത് സമാധാനം പറയും? അയാള് സതി ആന്റിയോട് ശരിക്കും അടുത്തു കഴിഞ്ഞു. ഞാൻ റിക്വസ്റ്റ് ചെയ്യാ, പോവരുത്. അപ്പോ നിനക്ക് നിന്റെ കുടുംബത്തിന്റെ സ്വസ്ഥതയാണല്ലേ വലുത്? എല്ലാവർക്കും അതുപോലെയാണെന്നങ്ങ് വിചാരിക്കേ. സുപ്രിയ കാര്യങ്ങൾ അറിഞ്ഞാ പ്രശ്നം ഉണ്ടായേക്കും. പക്ഷേ ആന്റി തെറ്റിദ്ധരിക്കുന്നതാണ് എനിക്ക് കൂടുതൽ വിഷമം. ഓ, ഒരു പുണ്യാളൻ. എന്നാ ഇയാളുടെ ഭാര്യ വരട്ടെ, ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കാം. ആ, വന്നല്ലോ. ഇപ്പൊ ശരിയാക്കി തരാം. ആ, ഹരിയപ്പ വന്നു. ഒരു 5 മിനിറ്റ്. ഞാൻ സ്റ്റിച്ചിങ് സെന്റർ വരെ പോയിരുന്നു. ആ, സതിയാന്റി പരിചയപ്പെട്ടില്ലേ? ആന്റി, ഇതാണ്. ആ, പറഞ്ഞു. പേര് പറഞ്ഞു കേട്ടപ്പോഴും ഫോണിൽ സംസാരിച്ചപ്പോഴും ഞാൻ വിചാരിച്ചില്ല മോളെ. എന്ത്? ആൾ ഇത്രയും ശാന്ത സ്വഭാവക്കാരനാണെന്ന്. ആഹാ, ഹരിക്ക് കോംപ്ലിമെന്റ് കിട്ടിയല്ലോ. ചുരുക്കത്തിൽ സതിയാന്റിക്ക് എന്റെ ഹസ്ബൻഡിനെ ഇഷ്ടപ്പെട്ടു അല്ലേ? ആ, ഓക്കെ, ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാവേ. ആ കൊച്ചിന്റെ മുഖത്ത് നോക്കിയപ്പോ ഞാൻ സ്വയം നിയന്ത്രിച്ചതാ, അല്ലാതെ നിന്നോട് മനസ്സലിവുണ്ടായിട്ടല്ല.